നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. 2025 സംഭവബഹുലമാകുന്ന ഒരു വർഷം കടന്നുപോയിരിക്കുന്നു. ഓപ്പൺ ഡോർസ് നൽകുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് കഴിഞ്ഞ 2025 ലോകവ്യാപകമായി നടന്ന പെർസിക്യൂഷനെക്കുറിച്ചുള്ള വാർത്തകളുടെ ഒരു ചുരുക്കരൂപമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ലോകവ്യാപകമായി വിവിധ തരത്തിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. 380 മില്യൺ ക്രിസ്ത്യൻസ് കഴിഞ്ഞ ഒരു വർഷം ഏതെങ്കിലും വിധത്തിൽ മതപീഡനത്തിൻ്റെ ഫലമായി പീഡിപ്പിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുകയോ ചെയ്തുവെന്നാണ് ഓപ്പൺ ഡോർസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികളിൽ 7 പേരിൽ ഒരാൾ, അതായത് 1:7 എന്ന റേഷ്യോയിൽ ഒരാൾ, 7 പേരിൽ ഒരാൾ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഓപ്പൺ ഡോർ റിപ്പോർട്ട് ചെയ്യുന്നു. അത് ആഫ്രിക്കയിലെ കണക്കാണെങ്കിൽ 5 പേരിൽ ഒരാളായി മാറുന്നു. അതിലും ഭീകരമാണ് ഏഷ്യൻ രാജ്യങ്ങളിലെ സിറ്റുവേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിൽ 5 ക്രിസ്ത്യാനികളിൽ 2 പേർ 5:2 എന്ന റേഷ്യോയിൽ വിശ്വാസത്തിൻ്റെ പേരിൽ പെർസിക്യൂഷൻ നേരിട്ടുവെന്ന് ഓപ്പൺ ഡോർ റിപ്പോർട്ട് ചെയ്യുകയാണ്. കണക്കുകൾ വളരെ വലുതാണ്. കഴിഞ്ഞ 2025 4476 പേർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ രക്തസാക്ഷികളായി തീർന്നു. ഇത് വളരെ ഭീകരമായ ഒരു സംഖ്യയാണ്. നൈജീരിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കഴിഞ്ഞ വർഷം രക്തസാക്ഷികളായി തീർന്നതെങ്കിലും അതിൻ്റെ തലേ വർഷം, അതായത് 2024 സംഖ്യയേക്കാൾ കുറവാണ് നൈജീരിയയിൽ രക്തസാക്ഷികളായി തീർന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം. എന്നാൽ മറ്റ് പല ലോകരാജ്യങ്ങളിലും കൂടുതൽ ആളുകൾ വിശ്വാസത്തിൻ്റെ പേരിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. നൈജീരിയയിൽ വിശ്വാസത്തിന് വേണ്ടി മരിച്ചത് 3100 ആളുകളാണ് 2025. 4744 പേർ കഴിഞ്ഞ ഒരു വർഷം 2025 ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ പറയുമ്പോൾ ജയിലുകളിൽ അടയ്ക്കപ്പെട്ട ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. 1629 ക്രിസ്ത്യൻസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിവിധ തരത്തിൽ ഉള്ള കേസുകൾ ചാർത്തപ്പെട്ട് ഇന്ത്യൻ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. അതിനകത്ത് നല്ല ഒരു പങ്കാളുകളും ഒരു ട്രയൽ കൂടാതെ, അതായത് അന്തിമ വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പേ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടവരാണ്. 547 പേർ വിധി പ്രസ്താവന വന്ന ശേഷം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ ഈ കഴിഞ്ഞ വർഷത്തെ പ്രോസിക്യൂഷൻ്റെ ലിസ്റ്റിൽ മുൻപിലേക്ക് വന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം. 7000-ൽ അധികം ആളുകൾക്ക്, കൃത്യമായി പറഞ്ഞാൽ 7679 ആളുകൾക്ക് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തെയോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടുകയോ അതിനെ ആക്രമിക്കുകയോ ചെയ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കുന്നു. 4476 പേർ രക്തസാക്ഷികൾ, 4744 പേർ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. അതിനകത്ത് തന്നെ 1629 പേർ ഇന്ത്യക്കാരാണ്. 7679 പേർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു. മറ്റ് അവഗണനകൾ ഒക്കെ നേരിടുന്ന അനുഭവങ്ങൾ കണക്കില്ലാതെ ഇതിന് അപ്പുറമായിട്ടുമുണ്ട്. 380 മില്യൺ ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ ഏതെങ്കിലും വിധത്തിൽ സങ്കടം അനുഭവിച്ചു എന്ന് ഓപ്പൺ ഡോർസിൻ്റെ റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ വർഷവും നോർത്ത് കൊറിയ തന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്ന, പീഡിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ത്യ ഈ വർഷവും 11-ാം സ്ഥാനത്ത് തുടരുന്നു എന്ന് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്ത്യയിൽ ഡിസംബർ മാസത്തിലുണ്ടായ ക്രിസ്മസ് പ്രോഗ്രാംസിനെതിരെയുള്ള വലിയ ശക്തമായ ആക്രമണങ്ങൾ
ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഓപ്പൺ ഡോർസിൻ്റെ ലിസ്റ്റിൽ ഇന്ത്യയുടെ റാങ്കിങ് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ പിന്നെയും മുൻപിലേക്ക് പോകും എന്ന ഒരു കണക്കൂട്ടൽ ഇപ്പോൾ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ അതിശക്തമായ ക്രൈസ്തവ പീഡനമാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തല്ല, വളരെ ചുരുക്കം രാജ്യങ്ങളിലാണ് ക്രൈസ്തവ വിശ്വാസം എതിർക്കപ്പെടാതെ പീഡിപ്പിക്കപ്പെടാതിരിക്കുന്നത് എന്നുള്ളതാണൊരു വസ്തുത. ഇതൊരു ഗ്ലോബൽ ഒരു പ്രശ്നമായിട്ട് വളർന്നിരിക്കുന്നു. അന്ത്യകാല സഭ നേരിടുന്ന വലിയ ഒരു തീച്ചൂളയുടെ അനുഭവമാണ്. പ്രാർത്ഥനയോടുകൂടെ ഇതിനെ നേരിടുക എന്നതിലപ്പുറമായി, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്നതിലപ്പുറമായി മറ്റ് പോംവഴികൾ നമുക്ക് കാണുന്നില്ല. സഭ വലിയ ഒരു ട്രിബുലേഷൻ, മഹാസങ്കടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ അറുതി വരുത്തുന്ന ഒരു ദിവസം യേശുവിൻ്റെ മടങ്ങിവരവ്, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.